കഴിഞ്ഞ ദിവസം യു.എസിൽ വലിയ ഒരു നേട്ടം വിപണിയിൽ പ്രകടമായിരുന്നു. ട്രംപ് നിർദ്ദേശിച്ച താരിഫ് തൽക്കാലത്തേക്ക് ഏതാണ്ട് ഒരു 3 മാസത്തേക്ക് നിർത്തിവെക്കാൻ എന്നുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ വലിയൊരു മുന്നേറ്റം യു.എസ് വിപണിയിൽ പ്രകടമായിരുന്നെങ്കിലും ഇന്നലെ വീണ്ടും ഒരു തിരുത്തലിലേക്ക് നീങ്ങി. കാര്യമായ നഷ്ടമുണ്ടായില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് 2% നഷ്ടമാണ് പ്രധാന സൂചികകളിൽ ഉണ്ടായത്. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുമെന്ന് തന്നെയാണ്. ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതും അതിന് ഏതാണ്ട് പൂർണ്ണമായി ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു വിപണിയിൽ കാണുന്ന ഈ അനിശ്ചിതത്വവും ഈ ഏറ്റക്കുറച്ചിലും. ഒരു ഏറ്റക്കുറച്ചുകൾ ഏതാണ്ട് തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെ യു.എസിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒന്നും ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിപണിയെ സ്വാധീനിക്കുന്നത് ഈ താരിഫ് യുദ്ധം തന്നെയാണ്.